Hello friends, welcome back to Social Science Lessons. I am Selan Juice. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ലെസണായ റിവർ വാലി സിവിലൈസേഷൻസ് അല്ലെങ്കിൽ നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന് പറയുന്ന ലെസണാണ്. നദീതട സംസ്കാരങ്ങൾ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ അതിജീവിച്ചിരുന്ന അല്ലെങ്കിൽ മനുഷ്യൻ ജീവിച്ചിരുന്നത് നദീതീരങ്ങളിലായിരുന്നു. അതുകൊണ്ടാണ് നദീതട സംസ്കാരങ്ങൾ എന്ന പേര് വന്നത്. എന്തുകൊണ്ടാണ് നദീതട സംസ്കാരങ്ങൾ രൂപം കൊണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലായിരുന്നില്ല പണ്ട് കാലത്ത് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അവർ പ്രധാനമായിട്ടും കാർഷിക വൃത്തി അല്ലെങ്കിൽ കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ജീവിത രീതിയാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. അപ്പൊ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് നദീതീരങ്ങളായിരുന്നു. നദീതീരങ്ങളിൽ നിന്ന് നദിയുടെ വെള്ളം ശേഖരിച്ച് കൃഷിക്ക് ഉപയുക്തമാക്കുക. അതുപോലെ തന്നെ ഈ നദികളിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം നദീതീരങ്ങളെ എന്ത് ചെയ്യും, ഫെർട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ അതിന്റെ ഫലസമ്പന്നത വർദ്ധിപ്പിക്കാറുണ്ട്. ഓരോ വർഷവും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം അവർക്ക് ഗുണം ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ നദീതീരങ്ങൾ വളരെ അനുയോജ്യമായ സ്ഥലമായിരുന്നു സെറ്റിലേഴ്സിന് അല്ലെങ്കിൽ ആദ്യകാല വാസത്തിന്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, നദീതീരങ്ങളോട് ചേർന്ന് ആൾക്കാർ താമസം ആരംഭിച്ചു. അതുകൊണ്ടാണ് നദീതട സംസ്കാരങ്ങൾ രൂപം കൊള്ളുന്നത്. ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ചില നദീതട സംസ്കാരങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത് സിന്ധു നദീതട സംസ്കാരമാണ്. അപ്പൊ നദീതട സംസ്കാരങ്ങളിലേക്ക് നമുക്ക് കയറുന്നില്ലെന്നതിന് മുമ്പ് ഈ നദീതട സംസ്കാരങ്ങളൊക്കെ തന്നെ ഏകദേശം 2500 അല്ലെങ്കിൽ 5000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നിലനിരുന്നതാണ്. എങ്ങനെയാണ് ഈ 5000 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന നദീതട സംസ്കാരങ്ങളെ കുറിച്ച് ഇന്ന് നമുക്ക് അറിവ് കിട്ടിയത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുരാവസ്തു രേഖകൾ ആണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ പുരാവസ്തുവുമായി ബന്ധപ്പെട്ട് പുരാവസ്തു അല്ലെങ്കിൽ പുരാവസ്തു സ്റ്റഡീസ് ഒക്കെ ഉണ്ട്, അല്ലെ ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു മേഖല എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ മനുഷ്യന്റെ കഴിഞ്ഞകാല ചരിത്രത്തെ കുറിച്ച് പഠനം നടത്തുമ്പോൾ ആർക്കിയോളജിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പുരാവസ്തുക്കളെ കുറിച്ച് പഠനം നടത്തുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഈ ആർക്കിയോളജിക്കൽ പഠനങ്ങൾ നടത്തുന്നത്, ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പൊ ഈ പേര് ഓർത്തിരിക്കുക, ഈ സാധനം നിങ്ങൾ എന്നും ഓർത്തിരിക്കേണ്ടതാണ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആദ്യം നമുക്ക് ആ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചരിത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രൈസ് ഔട്ട് ചെയ്യാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത് 1861. നമുക്കറിയാം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ടതാണ്, 1861 രൂപം കൊണ്ടതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഏജൻസി. അപ്പൊ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1861 സ്ഥാപിതമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്ഥാപകർ ആരായിരിക്കാം? ബ്രിട്ടീഷുകാർ. എക്സാക്ട്ലി റൈറ്റ്, ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇതിന്റെ സ്ഥാപകർ എന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഏത് ബ്രിട്ടീഷുകാരാണ്? ഫൗണ്ടിങ് ഇയർ നമ്മൾ പറഞ്ഞു. എന്നാണ് ഇത് സ്ഥാപിതമാകുന്നത്? 1861. ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അലക്സാണ്ടർ കണ്ണിംഗ്ഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്നു. ഇദ്ദേഹം എഞ്ചിനീയറിംഗിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇയാൾക്ക് ആർക്കിയോളജിയിൽ ഉണ്ടായിരുന്ന അധികമായ താല്പര്യമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഏജൻസിക്ക് രൂപം നൽകുന്നതിന് കാരണമായി തീർന്നത്. അപ്പം അലക്സാണ്ടർ കണ്ണിംഗ്ഹാം 1861 1861 സ്ഥാപിച്ചതാണ് ഏത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. അപ്പൊ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ കഴിഞ്ഞ കാല ചരിത്രത്തെ കുറിച്ചൊക്കെ പഠനം നടത്തിയ റിലിക്സിനെ വെച്ച് പഠനം നടത്തുന്നതും എക്സ്കവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്ഖനനത്തിലൂടെ പണ്ട് കാലത്തെ കുറിച്ച് പഠനം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത് 1861 1861 സ്ഥാപിതമാകുന്നു. അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ് സ്ഥാപകൻ. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. ഈ ന്യൂഡൽഹി കേന്ദ്രീകരിച്ചാണ് ഇത് സ്ഥാപിതമാകുന്നത്. അപ്പൊ ഈ ഒരു ചരിത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ സിന്ധു നദീതട സംസ്കാരത്തിലേക്ക് വരികയാണ്. നമുക്ക് ഒന്നാമത് പഠിക്കേണ്ടത് സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചാണ്. സിന്ധു നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, സിന്ധു നദി എന്ന് കേട്ടിട്ടുണ്ട്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ മറ്റൊരു പേര് ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നാണ്. ഇൻഡസ് വാലി, റിവർ ഇൻഡസ്. സിന്ധു എന്നും ഇൻഡസ് എന്നും അറിയപ്പെടുന്നത് ഒരേ നദിയാണ്. സിന്ധു നദിയുടെ ഇൻഡസ് എന്ന പേര് സിന്ധുവിന് കൊടുത്തത് ആരാണ്? റോമാക്കാരാണ്. റോമൻസ് ആണ് ദേ കോൾഡ് ഇൻഡസ് റിവർ സിന്ധു അസ് ഇൻഡസ്. സിന്ധു നദിയെ ഇൻഡസ് നദി എന്ന് വിളിച്ചത് റോമാക്കാരാണ്. അങ്ങനെ റോമാക്കാർ ഇൻഡസ് എന്ന് വിളിച്ച ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദിയുടെ സംസ്കാരത്തെ കുറിച്ച് അല്ലെങ്കിൽ സിന്ധു നദിയും അതിന്റെ
ട്രിബ്യൂട്ടറീസ്, കൈവഴികളും ചേർന്നിട്ടുള്ള പ്രദേശങ്ങൾ. ട്രിബ്യൂട്ടറീസ് നമുക്കറിയാം, സിന്ധുവിന്റെ പ്രധാനപ്പെട്ട 5 ട്രിബ്യൂട്ടറീസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇതല്ലാതെ തന്നെ കുറെ അധികം ട്രിബ്യൂട്ടറീസ് ഉണ്ട്. സിന്ധു നദി ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്ന് ആരംഭിച്ചിട്ട് അത് ഇന്ത്യയിലേക്ക് ഒഴുകി പാകിസ്ഥാനിലൂടെ തിരിച്ച് കടലിലേക്ക് ചേരുന്ന ഒരു നദിയാണ് സിന്ധു നദി. ഈ സിന്ധു നദിയുടെ തീരപ്രദേശങ്ങൾ വസിച്ചിരുന്ന ആൾക്കാരുടെ, അല്ലെങ്കിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ സംസ്കാരത്തെ കുറിച്ച് ആണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനെ കുറിച്ച് പഠനം നടത്തുമ്പോഴത്തേക്കും ആദ്യമായി സിന്ധു നദിയുടെ സംസ്കാരത്തെ കുറിച്ച് നമുക്ക് അറിവ് പകർന്നു തന്നത് 1921 മറ്റൊരു ബ്രിട്ടീഷുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സർ ജോൺ മാർഷൽ എന്നായിരുന്നു. സർ ജോൺ മാർഷൽ ഡയറക്ടർ ആയിരുന്ന സമയത്ത്, ഏതിന്റെയാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിട്ട് ആരിരുന്നപ്പോഴത്തേക്കും സർ ജോൺ മാർഷൽ പ്രവർത്തിക്കുന്ന സമയത്താണ്, വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ഇതിന്റെ ആദ്യകാല ഉത്ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച രണ്ടാമത്തെ പേരാണ് സർ ജോൺ മാർഷൽ. ഇദ്ദേഹം ആരായിരുന്നു? 1921 സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് പഠനം നടത്താൻ എക്സ്കവേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഡയറക്ടർ ഓഫ് സർവേ ഓഫ് ഇന്ത്യ ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്നു 1921. അപ്പൊ ഇദ്ദേഹത്തിന്റെ പഠനങ്ങൾ, അല്ലെങ്കിൽ ഇദ്ദേഹം നടത്തിയ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് 2 ആർക്കിയോളജിസ്റ്റുകളുടെ സഹായം ലഭിച്ചിരുന്നു. 2 ആർക്കിയോളജിസ്റ്റിന്റെ പേര് നമ്മൾ ഓർത്തിരിക്കുക. ഒന്നാമത്തെ ആള് ദേറാം സഹാനി. എന്താണ്? ഒന്നാമത്തെ ആളുടെ പേര് ദേറാം സഹാനി, രണ്ടാമത്തെ ആളുടെ പേര് RD ബാനർജി. ഇന്ത്യക്കാരൻ തന്നെയായിരുന്നു. അപ്പൊ ഈ 2 ആർക്കിയോളജിസ്റ്റുകളുടെ സഹായത്തോടു കൂടിയാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ സർവേ ഓഫ് ഇന്ത്യ 1921 സിന്ധു നദിയെ കുറിച്ചുള്ള ഗവേഷണം നടത്തുന്നത്. അപ്പം ഇവിടെ നമ്മൾ 1921 എന്ന വർഷം ഓർത്തിരിക്കുക. പിന്നെ ആരുടെ പേര് ഓർത്തിരിക്കുക? സർ ജോൺ മാർഷലിന്റെ പേര് ഓർത്തിരിക്കുക, ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അടുത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് 2 പേരുകളാണ്. ആരൊക്കെയാണ്? ദേറാം സഹാനിയും RD ബാനർജിയും. ദേറാം സഹാനിയും RD ബാനർജിയും എന്താണ് ചെയ്തത് നോക്കാം. ഈ സിന്ധു നദീതട സംസ്കാരത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണ് ആ പേരെന്നറിയാവോ? സിന്ധുവിടെ സംസ്കാരത്തിന് ഒരു എന്താണ്, ഹാരപ്പൻ കൾച്ചർ എന്നുകൂടി ഒരു പേരുണ്ട്. ഹാരപ്പൻ സംസ്കാരം എന്നുകൂടി സിന്ധു നദീ സംസ്കാരത്തെ അറിയപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരം എന്നറിയപ്പെടുന്നതെന്ന് അറിയാവോ? ഹാരപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് സിന്ധു നദീ സംസ്കാരത്തെ കുറിച്ചുള്ള ആദ്യമായ വിവരങ്ങൾ ലഭിക്കുന്നത്. ഹാരപ്പയിൽ നിന്നാണ്. ഈ ഹാരപ്പയിൽ നിന്ന് ആദ്യകാല വിവരം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഹാരപ്പൻ കൾച്ചർ, അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് കൂടി വിളിക്കാറുണ്ട്. സിന്ധുവിടെ സംസ്കാരത്തെ എന്തുകൊണ്ട് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നു നമുക്ക് മനസ്സിലായി. ഇനി ഹാരപ്പയിൽ പഠനം നടത്തിയതാണ് ദേറാം സഹാനി. ഹാരപ്പയിൽ എക്സ്കവേഷൻസ് നടത്തിയത്, ഉത്ഖനന പ്രവർത്തനങ്ങൾ നടത്തിയത് ആരായിരുന്നു? ആർക്കിയോളജിസ്റ്റ് ദേറാം സഹാനിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു മോഹൻജദാരോ. ഈ ഹാരപ്പയും മോഹൻജദാരോയും ഇന്നത്തെ പാകിസ്ഥാനിലാണെന്നുള്ളത് ഓർക്കുക. അപ്പം ഇന്നത്തെ പാകിസ്ഥാനിലുള്ള ഈ ഹാരപ്പ, മോഹൻജദാരോയിൽ എക്സ്കവേഷൻസിന് നേതൃത്വം കൊടുത്ത ആർക്കിയോളജിസ്റ്റിന്റെ പേരാണ് RD ബാനർജി. കാര്യങ്ങൾ മനസ്സിലാവുന്നല്ലോ. 1921 ആരായിരുന്നു നേതൃത്വം കൊടുത്തത്? സർ ജോൺ മാർഷൽ. ഇദ്ദേഹം ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിരുന്നു. 2 ആർക്കിയോളജിസ്റ്റിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ആള് ഹാരപ്പയിൽ പഠനം നടത്തി, അദ്ദേഹത്തിന്റെ പേര് ദേറാം സഹാനി എന്നായിരുന്നു. രണ്ടാമത്തെ ആൾ RD ബാനർജി മോഹൻജദാരോയിൽ പഠനം നടത്തി. ഹാരപ്പൻ സംസ്കാരത്തെ ആ പേരിൽ വിളിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ സിന്ധു നദീ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കാൻ കാരണം, ഇതിന്റെ ആദ്യകാല അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചത് എവിടെ നിന്നായിരുന്നു? ഹാരപ്പയിൽ നിന്നാണ്. അതുകൊണ്ടാണ് അവനെ ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ കൾച്ചർ എന്ന് കൂടി വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ കാലഘട്ടമാണ്. സിന്ധു നദിയുടെ സംസ്കാരം ഏതു കാലഘട്ടത്തിൽ ആണ് നിലനിന്നിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് ചില പുസ്തകങ്ങൾ 2500 മുതൽ 1700 വരെയുള്ള കാലഘട്ടം എന്നാണ്. BCE നിങ്ങൾക്ക് അറിയാം അല്ലെ? പണ്ട് കാലത്ത് BC എന്ന് വിളിച്ചിരുന്നു, ഇപ്പോൾ BCE എന്നാണ് വിളിക്കുന്നത്. ബിഫോർ കോമൺ എറ. ബിഫോർ കോമൺ എറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ AD BC ഓർത്തിരിക്കുക. CE എന്ന് വെച്ചാൽ കോമൺ എറ, പണ്ടത്തെ AD. ഇപ്പോൾ എന്താണ് BCE എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ എറ, എന്താണ് പണ്ട് ഉപയോഗിച്ചിരുന്ന ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സംഗതിയാണ് ഇപ്പൊ BCE എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ BCE 2500-നും 1700-നും ഇടയിലാണെന്ന് ഒരു ചൊല്ലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയാറുണ്ട്, ചില പുസ്തകങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് 2700 BCEക്കും 1700 BCക്കും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് സിന്ധു നദിയുടെ തീരത്ത് ഈ ഒരു സംസ്കാരം ഫ്ലറിഷ് ചെയ്തിരുന്നു എന്നാണ്. അപ്പൊ ഓർത്തിരിക്കുക, വർഷം 2700 BCEക്കും 1700 BCEക്കും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് സിന്ധുയുടെ സംസ്കാരം വ്യാപിച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ വ്യാപനം എവിടം മുതൽ എവിടം വരെ ആയിരുന്നു സിന്ധുയുടെ സംസ്കാരം ഉണ്ടായിരുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ വെസ്റ്റേൺ പാകിസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗം മുതൽ ഇങ്ങ് ഉത്തർപ്രദേശ്, ഇന്ത്യയിലെ ഉത്തർപ്രദേശ് വരെയുള്ള പ്രദേശം, ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ എന്ന് പറയുന്ന സ്ഥലം വരെയും,
എന്താണ് വ്യാപിച്ചിരുന്നു. അപ്പം അങ്ങ് പടിഞ്ഞാറ് പാകിസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗം മുതൽ ഇങ്ങ് ഉത്തർപ്രദേശിന്റെ ഈ കിഴക്ക് ഭാഗത്ത് ഉത്തർപ്രദേശിന്റെ ആലംഗീർപൂർ എന്ന് പറയുന്ന സ്ഥലം വരെ വ്യാപിച്ചിരുന്നു എന്ന് പറയുന്നത്. ഇനി നോർത്തിലോട്ട് പറയുകയാണെങ്കിൽ കാശ്മീർ മുതൽ തെക്കിലോട്ട് പറയുവാണെങ്കിൽ നർമ്മദ വാലി വരെയുള്ള പ്രദേശം വലിയ പ്രദേശം. ഇതുകൂടാതെ അഫ്ഗാനിസ്ഥാനിലും എന്തുണ്ടായിരുന്നു, സിന്ധുവിടെ സംസ്കാരം വ്യാപിച്ചിരുന്നതിന്റെ തെളിവുകളുണ്ട്. 3 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചിരുന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു സിന്ധു നദിയുടെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം സിന്ധു നദിയുടെ സംസ്കാരത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാൻ മുതൽ ആലംഗീർപൂർ വരെ, ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ വരെയും, നോർത്തിൽ എവിടെ മുതലാണ്, ജമ്മു ആൻഡ് കാശ്മീർ മുതൽ സൗത്തിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ നർമ്മദ വാലി വരെയുള്ള പ്രദേശങ്ങളിൽ സിന്ധുവിന്റെ സംസ്കാരം വ്യാപിച്ചിട്ടുള്ളതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ സിന്ധു നദി സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും അവ എവിടെയാണ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്, ഇന്ന് ഏത് രാജ്യത്തിലാണ് അവ സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മാപ്പിന്റെ സഹായത്തോടു കൂടി തന്നെ നമുക്കതൊന്ന് വിശകലനം ചെയ്യാം. 3 രാജ്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു. 3 രാജ്യങ്ങളിലായിട്ടാണ് സിന്ധു നദി സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചിരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം അല്ലെ. രംഗ്പൂർ, ലോഥൽ, ധോളവീര, ആലംഗീർപൂർ, ബനവാലി, കാലിബംഗൻ. These are the centers of Harappan culture in India. പ്രസന്റ് ഡേ ഇന്ത്യ, ഇന്നത്തെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇവയായിരുന്നു. ഇനി പാകിസ്ഥാനിന്റെ ഭാഗമായിട്ട് പ്രദേശങ്ങൾ, ഈ പ്രസന്റ് ഡേ പാകിസ്ഥാന്റെ ഭാഗമായ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഈ നമ്മുടെ ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ വ്യാപിച്ചിരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് മൊഹൻജദാരോ, ഹാരപ്പയും മൊഹൻജദാരയും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു. സുദ് ഖാജൻദൂർ എന്ന് പറയുന്ന ഒരു തീരപ്രദേശത്തേക്ക് ഇത് വ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ ഏതാണ് ഷോർ ടു ഗായ് എന്ന് പറയുന്ന പ്രദേശത്തേക്കും ഇത് വ്യാപിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വ്യാപിച്ചിരുന്ന ഒരു വളരെ വിപുലമായ സംസ്കാരമായിരുന്നു സിന്ധു നദി സംസ്കാരം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് ഈ ഇൻട്രൊഡക്ഷൻ ഓർത്തിരിക്കുക, പുസ്തകം വായിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള നാഗരിക സംസ്കാരത്തിന്റെ മറ്റ് സവിശേഷതകളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ക്ലാസ് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ ക്ലാസ് എത്തിച്ചു കൊടുക്കുക. വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.